തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ വ്യാപക തിരിമറിയെന്ന ആരോപണവുമായി ബി.ജെ.പി. സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ഇരട്ട വോട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതായി ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി പറഞ്ഞു. ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് വോട്ടർ പട്ടികയിൽ തിരിമറി നടത്തുന്നത്. ഇരട്ട വോട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇലക്ഷൻ കമ്മീഷനിൽ ബി.ജെ.പി. പരാതി നൽകി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കിയ വ്യാപകമായി ഇരട്ട വോട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതായി ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി അനൂപ് ആന്റണി. ഇടത് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. തദ്ദേശ മേഖലകളിൽ വിജയിക്കാനായി ഇടത് യൂണിയനുകൾപ്പെട്ട ജീവനക്കാരെ കൊണ്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നു എന്ന രേഖകളും ബി.ജെ.പി. പുറത്തുവിട്ടു. ഒരു തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ ലക്ഷക്കണക്കിന് സംഖ്യയിലാണ് ഇങ്ങനെയുള്ള ആളുകൾ ഞങ്ങൾ കിട്ടിയത്. അതിൽ ഓരോ പഞ്ചായത്തുകളിലെയും കണക്കുകൾ ഞങ്ങൾ കൃത്യമായി പഠിച്ചു. അതിലെ കണക്കുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷന്റെ ഒരു ഉദാഹരണം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ പത്രസമ്മേളനത്തിൽ ഈ കണക്കുകൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. 3 തരത്തിലാണ് മുഖ്യമായും ഈ അട്ടിമറി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഐ.ഡി. കാർഡിൽ, അതായത് ഒരേ ഐ.ഡി. കാർഡ് നമ്പറിൽ ഒന്നിലധികം വോട്ടർമാർ, പല പേരിലുള്ള ഒന്നിലധികം വോട്ടർമാർ. ഇത് കാറ്റഗറി 1. 2, ഒരേ വ്യക്തിക്ക് ഒരേ ഐ.ഡി. കാർഡ് നമ്പറിൽ പല സ്ഥലങ്ങളിൽ വോട്ട്. അതായത് ഒരു വ്യക്തിക്ക് ഒരു ഐ.ഡി. കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ അതേ വ്യക്തിക്ക് പല സ്ഥലങ്ങളിൽ വോട്ടുള്ള തരത്തിലുള്ള രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ പേര്, ഒരേ ഗാർഡിയൻ, ഒരേ വീട്ടു നമ്പർ, പക്ഷേ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള വോട്ടർ ഐ.ഡി. നമ്പറുകൾ. ഒരേ ഐ.ഡി. നമ്പറിൽ ഒന്നിലധികം വോട്ടർമാർ, ഒരു വ്യക്തിക്ക് തന്നെ പലയിടങ്ങളിലെ വോട്ട്, ഒരേ വ്യക്തിക്ക് തന്നെ ഒന്നിലധികം വോട്ട്, ഇങ്ങനെ 3 വിഭാഗങ്ങളിലായിട്ടാണ് തിരിമറി കണ്ടെത്തിയത്. മുഹമ്മദ് ഫാറൂഖ് എന്ന പേരുള്ള വ്യക്തി, ആ മുഹമ്മദ് ഫാറൂഖ് എന്ന് പേരുള്ള വ്യക്തിയുടെ ഐ.ഡി. കാർഡ് നമ്പർ സെയിം ആണ്, അദ്ദേഹത്തിന്റെ വീട്ടുപേരും സെയിം ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വോട്ട് കിടക്കുന്നത് 2 സ്ഥലങ്ങളാണ്. എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി അദ്ദേഹത്തിന് 2 സ്ഥലത്ത് വേണമെങ്കിൽ പോയി വോട്ട് ചെയ്യാം. അങ്ങനെയുള്ള നിരവധി എന്ന് പറഞ്ഞാൽ 2,76,799 വോട്ടർമാരെയാണ് അങ്ങനെ ഞങ്ങൾക്ക് കേരളത്തിൽ മൊത്തത്തിൽ കാണാൻ സാധിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രം 7,316 ആളുകളെ, ഇങ്ങനെ ഇരട്ട വോട്ടുള്ള ആളുകളെ ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് ഒന്നിലധികം വോട്ട് എന്ന രീതിയിൽ ആകെ 2,76,793 പേരുടെ വ്യാജ പട്ടിക കണ്ടെത്തി. വാർഡ് വിഭജനത്തിന് ശേഷം ക്രോഡീകരിച്ച കണക്കുകളിലാണ് വ്യാപക തിരിമറികൾ കണ്ടെത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം 7,000-ലധികം വ്യാജ വോട്ടുകളുടെ പട്ടിക പുറത്തുവന്നു. വോട്ടർ പട്ടികയിലെ തിരിമറിയിൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം ഇലക്ഷൻ കമ്മീഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.